ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 96 ചെത്തുന്നതിനേക്കാൾ മാനം. ഭാഗം 96 ചെത്തുന്നതിനേക്കാൾ മാനം ഇവിടെ ആരംഭിക്കുന്നു. തൃശ്ശൂരിലുള്ള ഒരു ഭക്തൻ്റെ ഗ്രഹത്തിൽ ഗുരുദേവൻ വിശ്രമിക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് ധാരാളം പേർ അവിടെ തടിച്ചുകൂടി. പലരും അന്നാദ്യമായി ഗുരുദേവനെ കാണുകയായിരുന്നു. എന്നാൽ ഗുരുദേവൻ അവരോടെല്ലാം വളരെ കാലമായി പരിചയമുള്ളതുപോലെയാണ് സംഭാഷണം ചെയ്തിരുന്നത്. അവരുടെ തൊഴിലും കുടുംബകാര്യങ്ങളും കുട്ടികളുടെ വിദ്യാഭ്യാസവും ഒക്കെ ഗുരുദേവൻ ചോദിച്ചറിഞ്ഞു. അവിടെ കൂടിയിരുന്ന പുരുഷന്മാരിൽ കൂടുതൽ പേരും ചെത്ത് തൊഴിലാക്കിയിട്ടുള്ളവരായിരുന്നു. അതറിഞ്ഞപ്പോൾ ഗുരുദേവൻ മദ്യപാനം കൊണ്ടുണ്ടാകുന്ന ദൂഷ്യഫലങ്ങളെപ്പറ്റി അവരോട് പറഞ്ഞു. എന്നിട്ട് കള്ളും ചെത്തും പാടെ ഉപേക്ഷിക്കണമെന്ന് ഉപദേശിക്കുകയും ചെയ്തു. അതെല്ലാം കേട്ടുനിന്ന ഒരു ഗുരുഭക്തൻ അപ്പോൾ മുന്നോട്ട് വന്ന് വളരെ വിനയവാനായി പറഞ്ഞു, സ്വാമി, വേറെ ഉപജീവന മാർഗം ഒന്നുമില്ലാത്തവരാണ് ചെത്തിന് പോകുന്നത്. ഗുരുദേവൻ ആ ഭക്തനെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് അയാളോടായി എല്ലാവരും കേൾക്കെ പറഞ്ഞു, ചെത്തിനുള്ള കത്തി 4 ആക്കിയാൽ ഓരോ കഷണം കൊണ്ട് മുടി വടിക്കാനുള്ള ഓരോ കത്തി ഉണ്ടാക്കാം. അതുകൊണ്ട് നടക്കുന്നതായിരിക്കും ചെത്തുന്നതിനേക്കാൾ മാനം. നല്ല ആദായവും ഉണ്ടാകും. അത് കേട്ട് ഒന്നും മിണ്ടാതെ നിന്ന അയാളെ ഒന്നുകൂടി നോക്കിയിട്ട് ഒരു പുഞ്ചിരിയോടെ ഗുരുദേവൻ എല്ലാവരോടുമായി ഇങ്ങനെ പറഞ്ഞു, ചെത്തൊരു മഹാപാതകമാണ്. മീൻപിടുത്തത്തേക്കാൾ പാപമാണ്. ചെത്തുന്നവരെ കൊണ്ട് തേങ്ങ ഇടുവിക്കാമല്ലോ. കുറച്ച് കയറിയാൽ മതി, ബുദ്ധിമുട്ടും കുറയും. പക്ഷേ തേങ്ങ ഇടുവാൻ കയറ്റിയാൽ ഒരു സമയം വാസന കൊണ്ട് ഇവർ മുകളിലേക്ക് കയറും. സൂക്ഷിക്കണം. എല്ലാവരും അത് കേട്ട് ചിരിച്ചു. പാഹി പാഹി പരമാനന്ദ പ്രഭോ, പാഹി മാം ഗുരുനാരായണ പ്രഭോ, പാഹി മാം ബ്രഹ്മജ്ഞാന സ്വരൂപനാം ശ്രീനാരായണ മൂർത്തേ മഹാഗുരു. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 96 ചെത്തുന്നതിനേക്കാൾ മാനം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവനാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.